വടക്കൻ കേരളത്തിൽ പ്രചാരണം ഊർജിതമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ വടകര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചറോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുന്നുണ്ട്. ജോഷില, കൊട്ടിക്കലാശത്തിലൂടെ അടുക്കുകയാണ്. എങ്ങനെ പോകുന്നു പ്രചാരണം? അനന്യ, കൊട്ടിക്കലാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. നാളെ കൊട്ടിക്കലാശമാണ്. അതിനു മുൻപ് തന്നെ റോഡ് ഷോകൾ ഉണ്ടായിരിക്കും. മലബാറിലാകെ തന്നെ തെരഞ്ഞെടുപ്പ് വളരെ ചൂടുപിടിച്ച സ്ഥിതിവിശേഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനവട്ട പ്രചാരണത്തിനാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. നമ്മളിപ്പോൾ ശൈലജ ടീച്ചറുടെ പ്രചാരണ സ്ഥലത്താണുള്ളത്. അവർ വടകര ടൗണിലാണ് ഇപ്പോൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വടകര ടൗണിലെ വിവിധ ഷോപ്പുകളിൽ അവർ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഓരോ സ്ഥാപനങ്ങളിലും കയറി ചെന്നുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഏറ്റവും അവസാനമായി ഓരോ വ്യക്തികളിൽ നിന്നും അവസാനവട്ട വോട്ട് കൂടി തങ്ങളുടേതാക്കി മാറ്റാനുള്ള പ്രചാരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെയുള്ളത്. ശൈലജ ടീച്ചർ തൊഴിലാളികളെ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗമാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ടീച്ചർ ഓരോ ആളുകളോടും, അതുപോലെ തന്നെ ഏറ്റവും അവസാനവട്ടം ചാനലുകളായാലും എല്ലാ വാർത്താ മാധ്യമങ്ങളായാലും ടീച്ചറിൻ്റെ അഭിപ്രായങ്ങൾ വലിയ വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അതായത് മാധ്യമങ്ങൾ മാത്രമല്ല, എതിർ സ്ഥാനാർത്ഥികളടക്കം പല രീതിയിൽ ടീച്ചറെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അശ്ലീല പ്രചാരണം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരും ടീച്ചറിൻ്റെ അവസാന സമയത്തുള്ള ഈ ഒരു പ്രചാരണ സമയത്തുള്ള അഭിപ്രായങ്ങളടക്കം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ടീച്ചറിനോട് നമുക്ക് മറ്റ് കാര്യങ്ങൾ കൂടി ചോദിക്കാം. കാരണം ഇപ്പം ഞാൻ പാർലമെന്റിലേക്ക് മത്സരിച്ച് എം പി ആവാൻ പോവാണ്. അപ്പോൾ ലോകത്തിന്റെ എല്ലാ അതെല്ലാം ഭാവിയിലല്ലേ. ശരി, ടീച്ചർ അവസാനവട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണുള്ളത്. ഈ അവസാനവട്ടം ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഞങ്ങളെല്ലാം വലിയ ആവേശത്തിലാണ്. ഇവരെല്ലാം ഏതെല്ലാം കുടുംബത്തിലുള്ളവരാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് എല്ലാവരെയും നിശ്ചയമൊന്നുമില്ല. പക്ഷെ ഇവരെല്ലാം സ്വന്തമാണ്, എൻ്റെ സ്വന്തമാണ്. എല്ലാവരും എന്നോട് കാണിക്കുന്ന സ്നേഹവും അതുപോലെ വിശ്വാസവും ഇതേപടി ഇവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ജയിപ്പിച്ച് എന്നെ എം പി ആക്കും. ഞാൻ ഇവരുടെ നാക്കായി പാർലമെൻറ്റിൽ ഉച്ചത്തിൽ സംസാരിക്കും, ഇടപെടും. എല്ലാ മണ്ഡലങ്ങളിലും എത്തിക്കഴിഞ്ഞു. പ്രചാരണം അവസാന ഘട്ടത്തിലാണ്. അതെ, വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്. വളരെ ആത്മവിശ്വാസം. എല്ലാ പൗരന്മാരെയും എല്ലാ വോട്ടർമാരെയും നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സങ്കടമുണ്ട്. പക്ഷേ ഒരു കാരണവശാലും അത് പറ്റില്ലല്ലോ. 12 ലക്ഷത്തിലേറെ വോട്ടർമാരുണ്ട് മണ്ഡലത്തിൽ. 2 വർഷം ഉണ്ടായാലും മുഴുവനാളെയും കണ്ടു തീരില്ല കാണാൻ പുറപ്പെട്ട. പക്ഷേ എല്ലാവരുടെ അടുത്തും സന്ദേശം എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. മാധ്യമങ്ങളിലൂടെ പോയിട്ടുണ്ട്, സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിലൂടെ ഓരോ വീട്ടിലും പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കണ്ട് ഇനിയിപ്പോൾ ഇവരെല്ലാം ഇവരുടെ കുടുംബത്തോട് പറയില്ലേ, ടീച്ചറിനെ കണ്ടു ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയും. അതുവഴി അങ്ങനെ കുറേ വീടുകളിൽ എത്തിയിട്ടുണ്ട്. ടീച്ചർ, അവസാന നിമിഷം ഒരു കാര്യം കൂടി ചോദിക്കാം. മാധ്യമങ്ങളിലൂടെ വന്ന അശ്ലീല പ്രചാരണങ്ങൾ, അതിന് ടീച്ചർക്കുള്ള മറുപടി എന്താണ്? ഒന്ന് ഏറ്റവും അവസാന നിമിഷം കൂടി ഒന്ന് ജനങ്ങളുമായി പങ്കുവെക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിടുക, അല്ലെങ്കിൽ അതിനെ മറികടന്ന് മുന്നോട്ട് വരിക? ഇത് നമ്മളെ ഒരുപാട് തവണ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല, പറഞ്ഞു കഴിഞ്ഞു. ഞാനത് ആദ്യം അവഗണിക്കാൻ തീരുമാനിച്ചു. അവഗണിക്കാൻ കഴിയാത്ത വിധം തെറ്റായ രീതിയിൽ പല കാര്യങ്ങളും പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ പ്രതികരിക്കാൻ തീരുമാനിച്ചു. അത് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിന് നിയമപരമായിട്ട് നടപടിയെടുക്കട്ടെ. ജനങ്ങൾ അതിനെ എങ്ങനെ കാണും എന്നാണ് ടീച്ചർ വിശ്വസിക്കുന്നത്? അത് ഓരോരുത്തരും വ്യക്തിപരമായി. ഞാൻ എൻ്റെ വിഷമം ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞു. കാരണം എനിക്ക് നല്ല വിഷമം തോന്നി. കാരണം നമ്മളെല്ലാം ഒരു വാക്ക് പറഞ്ഞാൽ, ഒരാശയഗതി സ്വീകരിച്ചാൽ അത് ജനങ്ങളോട് തുറന്ന് പറയുന്നവരാണ്. നമ്മളതല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? അതുകൊണ്ട് എനിക്ക് അതൊരു പ്രയാസമായിട്ട് തോന്നി. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു. ബാക്കി അവർ ചെയ്തു. ടീച്ചർ, വടകരയിൽ ടീച്ചർ ജയിച്ചു വന്നാൽ എന്തൊക്കെ വികസനം നടപ്പിലാക്കും? വടകരയിൽ ജയിച്ചു വന്നാൽ എല്ലാ മേഖലയിലുള്ളവർക്കും വേണ്ടി ചെയ്യണം. മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നം വേറെയാണ്, അതിൽ ഞാൻ പ്രതികരിക്കും. കടലോര മേഖലയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കും. യുവാക്കൾക്കും സ്ത്രീകൾക്കും എല്ലാം വേണ്ടി നല്ല പരിശ്രമം നടത്തും. ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും അവരുടെ എം പി ആയി.
തീർച്ചയായും എല്ലാവരും ടീച്ചറോടൊപ്പം സെൽഫി എടുക്കാൻ അടക്കമുള്ള തിരക്കിലാണ്. അവസാനവട്ട പ്രചാരണത്തിലാണ്. ഈ വസ്ത്രാലയത്തിലെ തൊഴിലാളികളാണ് ടീച്ചറെ കാണാനായി എത്തിയിരിക്കുന്നത്. അവരെല്ലാം തന്നെ വലിയ തിരക്കിലാണ്. ടീച്ചറുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ള അത്രയേറെ തിരക്കിലാണ് ടീച്ചർ ഇപ്പോൾ. അനന്യ.